ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സെൻട്രൽ താല ബൈ സെൻട്രിക് സിറ്റി നിങ്ങളുടെ സമ്പത്ത് പങ്കാളി. എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് നെസൻ സീരീസ് 21 എ പാസ് ഫോർ ഷ്യൂർ വീഡിയോകളാണ്. മെസ്മയുടെ പംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയ്ക്കുള്ള വീഡിയോകൾ ഞങ്ങൾ തയ്യാറാക്കുകയാണ്. ഇതുവരെ 11ാമത്തെ അധ്യായം വരെ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അധ്യായം, അതായത് അധ്യായം നമ്പർ 12 ആണ്, റെഗുലേറ്ററി ഗവർണൻസ് ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജർ. ഇതുവരെ 11ാമത്തെ അധ്യായം വരെ ഞങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, PMSൽ മൊത്തം 12 അധ്യായങ്ങളാണ് ഉള്ളത്. ഇന്ന് നമ്മളുടെ അവസാന അധ്യായമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ NSM PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷ, അതായത് NSM സീരീസ് 21A പൂർത്തിയാകും. അപ്പോൾ തുടങ്ങാം NSM സീരീസ് 21A PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ 12ാം അധ്യായം, അതായത് പോർട്ട്ഫോളിയോ മാനേജറുടെ റെഗുലേറ്ററി ഗവർണൻസ് ആൻഡ് എത്തിക്കൽ ആസ്പെക്റ്റുകൾ. അപ്പോൾ നോക്കാം, ഈ അധ്യായത്തിൽ ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിക്കാനാണ് പോകുന്നത്. ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002, സെബി ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസിന്റെ വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചാണ്. സെബി പ്രൊവിഷൻസ് ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അന്യായമായ ട്രേഡ് പ്രാക്ടീസുകൾ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടതും പോർട്ട്ഫോളിയോ മാനേജേഴ്സ് റെഗുലേഷൻസ് 2020 അവയെക്കുറിച്ചും പോർട്ട്ഫോളിയോ മാനേജർക്കുള്ള മികച്ച പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കും. ഇന്ന് ഈ 5 വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം നെസം സീരീസ് 21A പംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ അധ്യായം നമ്പർ 12 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഇത് എക്സാക്റ്റ് ആയി എന്താണ്. നോക്കൂ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 എന്നത് നിർമ്മിച്ചപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി നമുക്ക് ഒരു നിയമപരമായ ഫ്രെയിംവർക്ക് നൽകുന്നത്. ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കുന്ന രീതിയിൽ മണി ലോണ്ടറിംഗിനെ എതിർക്കാനും അതിനെ നേരിടാനും സഹായിക്കുന്നതാണ് ഇത്. അതിനാൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മണി ലോണ്ടറിംഗിനും എത്രയുമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലും ഇതെല്ലാം നിയന്ത്രിക്കാൻ ഒരു നിയമപരമായ ഫ്രെയിംവർക്ക് നമുക്ക് നൽകുന്നതാണ് മണി ലോണ്ടറിംഗ് കേസുകൾ ഉണ്ടാകാതിരിക്കാൻ. PMLA നിലവിൽ വന്നത് ജൂലൈ 1, 2005 2000. നിങ്ങൾക്ക് ചോദ്യം വരാം, PMLAയുടെ അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ വ്യവസ്ഥകൾ എപ്പോൾ ആരംഭിച്ചു എന്നത്. അതിന് നേരിട്ട് ഉത്തരം പറയാം, ജൂലൈ 1 2005 മുതൽ. ഇപ്പോൾ നാം ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, PMLAയുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. ഇത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. പണം വെളുപ്പിക്കൽ തടയുക, പണം വെളുപ്പിക്കൽ വഴി ലഭിച്ചോ അതിൽ ഉൾപ്പെട്ടോ ഉള്ള സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വ്യവസ്ഥകൾ ഒരുക്കുക, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിയമം ഒരുക്കുക. ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അതിനെ തടയുകയും പണം വെളുപ്പിക്കലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഇടപാടുകൾ കണ്ടെത്തുകയും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തടയുകയും ചെയ്യുന്നതാണ് PMLAയുടെ പ്രധാന ഉദ്ദേശ്യം. ഇത് 2005 ജൂലൈ 1 ആരംഭിക്കപ്പെട്ടതാണ്. PMLAയുടെ വ്യവസ്ഥകൾ നമ്മെ അറിയിക്കുന്നു, അവ എല്ലാ ബാങ്കിങ്ങിനെയും, നമ്മുടെ എല്ലാ ബാങ്കുകളെയും, സാമ്പത്തിക സ്ഥാപനങ്ങളെയും, ഇടനിലക്കാരെയും ഉൾപ്പെടുത്തി ഇവരെല്ലാവരെയും സംബന്ധിച്ചാണ്. ഇവരെയൊക്കെ PMLAയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. PMLAയുടെ കീഴിൽ ഇവർ എല്ലാ ഇടപാടുകളുടെ രേഖകളും സൂക്ഷിക്കണം എന്ന്. എന്തുതരം സാമ്പത്തിക ഇടപാടുകളായാലും, നിങ്ങൾ ഒരു ബാങ്കായാലും ഒരു സാമ്പത്തിക സ്ഥാപനമായാലും അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായാലും, നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അവയുടെ സ്വഭാവവും മൂല്യവും ഉൾപ്പെടെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. എത്ര മൂല്യമുള്ളവയാണ്, അവയുടെ സാമ്പത്തിക മൂല്യനിർണ്ണയം എത്രയാണ്, ഈ എല്ലാം കാര്യങ്ങളും നമുക്ക് കണക്കിൽ വെക്കേണ്ടതുണ്ട്. എല്ലാ രേഖകളും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഇടപാടുകൾ ഒറ്റ ഇടപാടുകളാണോ അല്ലെങ്കിൽ ഒരു പരമ്പരയിലായിട്ടുള്ള ഇടപാടുകളാണോ എന്നത് നോക്കേണ്ടതുണ്ട്. അത് ഒറ്റ ഇടപാടായാലും ഇടപാടുകളുടെ ഒരു പരമ്പരയായാലും ഏതൊക്കെ ഇടപാടുകളാണ് ഉണ്ടായിരിക്കുന്നത്, ആ എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിങ്ങൾ ഒരു റെക്കോർഡായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കാം ഏത് ഇടപാടുകളാണ് ഒറ്റ ഇടപാടായോ അല്ലെങ്കിൽ ഇടപാടുകളുടെ പരമ്പരയായോ വരാൻ സാധ്യതയുള്ളത്. നമുക്ക് മനസ്സിലാക്കാം, 10 ലക്ഷം രൂപയോ അതിനേക്കാൾ മൂല്യമുള്ള എല്ലാ കാഷ് ഇടപാടുകളും അതിന്റെ സമാനമായ വിദേശ കറൻസിയിലോ അതിന്റെ സമാനമായ മൂല്യത്തിലോ ഉള്ളവയും. അതിനാൽ 10 ലക്ഷം രൂപയുടെ മൂല്യമുള്ള എല്ലാ ഇടപാടുകളും ഇന്ത്യൻ കറൻസിയിലായാലും വിദേശ കറൻസിയിലായാലും ഇവയുടെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്നുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ കാഷ് ഇടപാടുകളും ഓരോ ഇടപാടിന്റെയും മൂല്യം 10 ലക്ഷം രൂപയ്ക്ക് താഴെയായാലും ഒരു കലണ്ടർ മാസത്തിനുള്ളിൽ ആ ഇടപാടുകളുടെ ആകെ മൂല്യം 10 ലക്ഷം രൂപയെ കവിയുന്നുവെങ്കിൽ അതിന്റെ സമാനമായ വിദേശ കറൻസിയിലായാലും അവയുടെ റെക്കോർഡ് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനാൽ 10 ലക്ഷം രൂപയുടെ ഇടപാടുകൾ ഒരു മാസത്തിനുള്ളിൽ 10 ലക്ഷം രൂപയെ കവിയുന്നുവെങ്കിൽ അതെല്ലാം അതേ കലണ്ടർ മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആ ഇടപാടുകളുടെ ആകെ മൂല്യം 10 ലക്ഷം രൂപയെ കടന്നാൽ അതിന്റെ കണക്കും നമുക്ക് സൂക്ഷിക്കേണ്ടതുമാണ്.
മറ്റേതെങ്കിലും സംശയാസ്പദമായ ഇടപാട് അത് പണമായി നടത്തിയതാണോ അല്ലയോ എന്നത് പ്രാധാന്യമില്ലാതെ ഏതെങ്കിലും ഇടപാട് ഈവൻ അത് പണമായി അല്ലെങ്കിലും അത് സംശയാസ്പദമായ ഇടപാടാണെങ്കിൽ ആ ഇടപാട് തമ്മിൽ ഇൻ്റഗ്രേറ്റഡ് ആയി കണക്ട് ചെയ്തതാണോ അല്ലെങ്കിൽ റിമോട്ട് ആയി കണക്ട് ചെയ്തതാണോ ബന്ധപ്പെട്ടതാണോ എന്നതും അതും പരിഗണിക്കപ്പെടും. അതിനാൽ ഈ 3 കാര്യങ്ങളും അവർ നല്ല രീതിയിൽ റെക്കോർഡുകൾ സൂക്ഷിക്കും. അവിടെ പറയുന്ന പോലെ റെക്കോർഡുകൾ സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ പറയുന്ന 3 റെക്കോർഡുകളും 10 വർഷത്തേക്ക് സൂക്ഷിക്കേണ്ടതായിരിക്കും. അതായത് ട്രാൻസാക്ഷൻ നടന്ന തീയതിയിൽ നിന്ന് 10 വർഷം വരെ ക്ലയന്റുകളും കമ്പനിയുമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇടനിലക്കാരനും തമ്മിലുള്ള ഇടപാടുകൾക്ക് ഈ റെക്കോർഡുകൾ സൂക്ഷിക്കണം. ഇനി നോക്കാം, ആരെങ്കിലും പണം വെളുപ്പിക്കൽ കുറ്റത്തിൽ പങ്കാളിയാണെന്ന് കണ്ടെത്തിയാൽ അഥവാ പണം വെളുപ്പിക്കൽ നടത്തുന്നതായി കണ്ടെത്തിയാൽ അവന്റെ ഇടപാടുകൾ അവയവം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ഇതെല്ലാം PMLA സെക്ഷൻ 3 നിർവചിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ശിക്ഷ ലഭിക്കും ആ നിയമത്തിലെ സെക്ഷൻ 4 പറയുന്ന പ്രാവധാനം അനുസരിച്ച്. ഇപ്പോൾ നോക്കാം, ബാങ്കിംഗ് കമ്പനികൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ഇടനിലക്കാർക്കും ഏത് ബാധ്യതകളാണ് ഉണ്ടാകുന്നത് എന്ന്. ഇത് PMLA സെക്ഷൻ 12 വ്യക്തമാക്കിയിട്ടുണ്ട്. അവ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓരോ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും എന്ത് ചെയ്യണം എന്നതിൻ്റെ ചില പ്രധാന പോയിന്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. എല്ലാ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളും എന്ത് ചെയ്യും? ട്രാൻസാക്ഷനുകളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കും. നാം മുമ്പ് കണ്ടതുപോലെ എല്ലാ ട്രാൻസാക്ഷനുകളുടെയും റെക്കോർഡുകളും സൂക്ഷിക്കും. അതിൽ ക്ലോസിൽ ഉൾപ്പെടുന്ന ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉൾപ്പെടും. അതിനാൽ ഏതെങ്കിലും വ്യക്തിഗത ട്രാൻസാക്ഷൻ ഉണ്ടായാൽ ആ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് ക്ലയന്റും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടന്ന തീയതിയിൽ നിന്ന് 5 വർഷം വരെ സൂക്ഷിക്കണം. അത്തരം ട്രാൻസാക്ഷനുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവ അംഗീകരിച്ചതോ നടപ്പാക്കിയതോ ആണോ എന്നതും അവയുടെ സ്വഭാവവും മൂല്യവും നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഡയറക്ടറിന് സമർപ്പിക്കണം. നാശം എന്ത് തരത്തിലുള്ള വിവരങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചാലും അതും നിങ്ങൾ ഈ നിയമപ്രകാരം പൂർണ്ണമായും നൽകേണ്ടതാണ്. എല്ലാ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളും ഇത് നിലനിർത്തണം. ഡോക്യുമെന്റുകളും അവയുടെ രേഖകളും സൂക്ഷിക്കണം. കൂടാതെ ക്ലയന്റുകളുടെ ബെനിഫിഷ്യൽ ഉടമകളുടെയും തിരിച്ചറിയൽ വിവരങ്ങളും സൂക്ഷിക്കണം. അക്കൗണ്ടിൻ്റെ ബെനിഫിഷ്യൽ ഉടമയുടെ വിവരങ്ങളും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ക്ലയന്റുകളുമായി ബന്ധപ്പെട്ട ബിസിനസ് കറസ്പോണ്ടൻസും അവരുടെ വിലാസവും ക്ലയന്റുകളുടെ തിരിച്ചറിയൽ വിവരങ്ങളും അക്കൗണ്ടിൻ്റെ ഫയലുകളും ഇവയെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ രേഖകൾ 5 വർഷം വരെ സൂക്ഷിക്കണം. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുകയും സമർപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തെല്ലാം രഹസ്യമായി സൂക്ഷിക്കണം. നിങ്ങൾ ശേഖരിച്ചോ സ്ഥിരീകരിച്ചോ സൂക്ഷിച്ചോ ഉള്ള ഏതെങ്കിലും വിവരങ്ങൾ നിലവിലുള്ള നിയമപ്രകാരം അവ വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെടണം. ഇപ്പോൾ നാം നോക്കാം PMLA സെക്ഷൻ 12A എന്താണ് പറയുന്നത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലെ സെക്ഷൻ 12A നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? അത് പ്രധാനമായും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികൾക്ക് എൻഹാൻസ്ഡ് ഡ്യൂ ഡിലിജൻസ് നടത്തേണ്ടതിൻ്റെ കാര്യമാണ്. അതായത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികൾക്ക് ചില ഡ്യൂ ഡിലിജൻസ് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് ഇതിൽ 3 പ്രധാന പോയിന്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ആ 3 പോയിന്റുകളെക്കുറിച്ച് നാം സംസാരിക്കും. പിന്നെ ആ 3 പ്രധാന പോയിന്റുകളുടെ ഉപവിഭാഗങ്ങളെയും വിശദീകരിക്കും. ആദ്യം എന്താണ് സംഭവിക്കുന്നത്? ഓരോ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും ഓരോ നിർദ്ദിഷ്ട ഇടപാടിൻ്റെ ആരംഭത്തിൽ ശ്രമിക്കണം. നോക്കൂ, ഏതെങ്കിലും നിർദ്ദിഷ്ട ഇടപാട് നടക്കുന്നതിന് മുമ്പ് ഓരോ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും ചില കാര്യങ്ങൾ ചെയ്യും, ചില പ്രവർത്തനങ്ങൾ നടത്തും. അവ എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ? നമുക്ക് മനസ്സിലാക്കാം. എന്നതിൽ വരുന്നത് ക്ലയന്റുകളുടെ തിരിച്ചറിയൽ സ്ഥിരീകരിക്കുക എന്നതാണ്. ആദ്യം അവർ ക്ലയന്റുകളുടെ തിരിച്ചറിയൽ സ്ഥിരീകരിക്കും. അതായത് അവരുടെ നിർദ്ദിഷ്ട ഇടപാടുകൾക്ക് അവരെ ആധാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓതന്റിക്കേഷൻ ചെയ്യും. കൂടാതെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഇത്. അവരുടെ എല്ലാ വെരിഫിക്കേഷനും ഓതന്റിക്കേഷനും ഇതിൽ തന്നെ നടത്തപ്പെടും. ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മുഴുവൻ വെരിഫിക്കേഷനും നടക്കും. അതിനുശേഷം ക്ലയന്റിൻ്റെ അണ്ടർടേക്കിംഗും നിർദ്ദിഷ്ട ഇടപാടുകളും നടത്തപ്പെടും. ക്ലയന്റിൻ്റെ അണ്ടർടേക്കിംഗ് സ്വീകരിക്കും. പിന്നെ അതനുസരിച്ച് മുഴുവൻ രേഖകളും സൂക്ഷിക്കും. എല്ലാ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികളും ഈ നിർദ്ദിഷ്ട ഇടപാടുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവ ചെയ്യേണ്ടതാണ്. അത് ആയിരുന്നു ആദ്യ പോയിന്റിൻ്റെ നമ്പർ. അവർ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കണം. ഒരു ഘട്ടം എടുക്കേണ്ടതുണ്ട്. എന്ത്? ക്ലയന്റിൻ്റെ ഉടമസ്ഥതയും സാമ്പത്തിക നിലയും അതിൽ ഉൾപ്പെടെ വരുമാന സ്രോതസ്സുകളും പരിശോധിക്കണം. അതുകൊണ്ട് അവർ അവൻ്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കും, ഉടമസ്ഥതയും പരിശോധിക്കും. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിലേക്ക് ക്ലയന്റ് കൊണ്ടുവരുന്ന നിക്ഷേപിക്കുന്ന ഫണ്ടുകളുടെ സ്രോതസ്സുകളും ഇതിൽ ഉൾപ്പെടും. അവൻ കൊണ്ടുവരുന്ന ഫണ്ടിൻ്റെ യഥാർത്ഥ സ്രോതസ് എവിടെയാണ്, ഫണ്ടിൻ്റെ സ്രോതസ് എന്താണ് എന്നതും പരിശോധിക്കും. ഇതിൽ പറയുന്നത് അവർ അധിക നടപടികൾ സ്വീകരിക്കും എന്നതാണ്. അതായത് അവർ ഒരു വിധത്തിൽ അധിക നടപടികൾ സ്വീകരിക്കും. ഒരു പ്രത്യേക എൻറ്റിറ്റിയിലൂടെ നടന്നിട്ടുള്ള നിർദ്ദിഷ്ട ഇടപാടിൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായി കണ്ടെത്തുന്നതിനായി ഈ അധിക നടപടികൾ സ്വീകരിക്കും.
ഇടപാട് പാർട്ടികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദ്ദേശ സ്വഭാവം, കൂടാതെ അവർക്ക് ഇടപാട് നടത്താനുള്ള ഉദ്ദേശം എന്നിവയെക്കുറിച്ചും കൂടുതൽ അധിക നടപടികൾ സ്വീകരിക്കും. ഇനി ഇതായിരുന്നു ആദ്യ പോയിന്റ്. അതിൽ നാം 3 പോയിന്റുകൾ കണ്ടു. ഇപ്പോൾ നാം രണ്ടാം പോയിന്റിനെ കുറിച്ച് സംസാരിക്കാം, അതായത് ഓരോ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും ചെയ്യേണ്ട ഒരു റിപ്പോർട്ടിംഗ്. നാം ഡ്യൂ ഡിലിജൻസ് സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഇനി രണ്ടാം പോയിന്റ് പറയാം, അതായത് ക്ലയന്റ് മുകളിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ പാലിക്കാൻ പരാജയപ്പെട്ടാൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി ആ നിർദ്ദിഷ്ട ഇടപാട് നടത്താൻ അനുവദിക്കരുത്. നാം ഇതുവരെ കണ്ട 3 പോയിന്റുകളും ക്ലയന്റ് ഈ നിബന്ധനകൾ പാലിക്കാൻ പരാജയപ്പെട്ടാൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി അവനെ അനുവദിക്കില്ല എന്ന് നാം ഇപ്പോൾ സംസാരിക്കുന്നു. ഏതെങ്കിലും നിർദ്ദിഷ്ട ഇടപാട് നടത്താൻ ആ ഇടപാടുകൾ എന്തൊക്കെയാകാം? ഏതെങ്കിലും നിശ്ചിത തുകയേക്കാൾ കൂടുതലായുള്ള കാഷ് വിഡ്രോൾ, ഡിപ്പോസിറ്റ് എന്നിവയൊന്നും ഉണ്ടാകില്ല. ആ തുകയെ അധിഗമിച്ചാൽ വിദേശ കറൻസിയിൽ നടക്കുന്ന ഏതെങ്കിലും ഇടപാടുകളും നിർത്തിവെക്കും. ഏതെങ്കിലും ഇടപാട്, ഉയർന്ന മൂല്യമുള്ള ഇറക്കുമതികൾ, റിമിറ്റൻസുകൾ എന്നിവയും നിർത്തിവെക്കും. കൂടാതെ പലിശ വരുമാനത്തിൽ ആകുന്ന ഇടപാടോ, പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ ഭീകരവാദ ഫണ്ടിംഗ് പോലുള്ള ഉയർന്ന അപകടസാധ്യതയുള്ള ഇടപാടോ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിക്ക് തോന്നിയാൽ അത്തരം എല്ലാം പൂർണ്ണമായും നിർത്തിവെക്കും. അത് മുഴുവൻ ഫ്രീസ് ചെയ്യപ്പെടും. അവരുടെ അക്കൗണ്ടിൽ ഇനി യാതൊരു ഇടപാടും നടക്കില്ല. മൂന്നാമത്തേത്, ഒരു ക്ലയന്റ് ഏതെങ്കിലും നിർദ്ദിഷ്ട ഇടപാട് അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഇടപാടുകളുടെ ഒരു ശ്രേണി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംശയാസ്പദമായി തോന്നുന്നു, അതിൽ കുറ്റവാളികളുടെ വരുമാനം ഉൾപ്പെട്ടിരിക്കാമെന്ന സാധ്യതയുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കുറ്റകൃത്യം ഉൾപ്പെട്ടിരിക്കാം എന്ന് തോന്നുന്നുവെങ്കിൽ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ ഉത്തരവാദിത്വം ആ ക്ലയന്റുമായുള്ള ബിസിനസ് ബന്ധം കൂടുതൽ നിരീക്ഷിക്കുക എന്നതാണ്. ഭാവിയിൽ ക്ലയന്റുമായുള്ള ബിസിനസ് ബന്ധത്തിന്റെ നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും ഇടപാടുകളുടെ കൂടുതൽ സൂക്ഷ്മ പരിശോധനയും നിർബന്ധമാക്കുകയും വേണം. ഇത്തരത്തിലുള്ള കേസുകളിൽ കൂടുതൽ കർശനമായ പരിശോധന ആവശ്യമാണ്. കൂടുതൽ നിരീക്ഷണവും പ്രത്യേകിച്ച് സംശയാസ്പദമായി തോന്നുന്ന ഈ നിർദ്ദിഷ്ട ഇടപാടുകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും ആവശ്യമാണ്. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റികൾക്ക് ഇത് നിർബന്ധമായും ചെയ്യേണ്ടതായിരിക്കും. ഇവയാണ് സെക്ഷൻ 12 ഓഫ് PMLA 3 പ്രധാന കാര്യങ്ങൾ. ഇപ്പോൾ നാം അടുത്ത വിഷയത്തിലേക്ക് പോകാം, അതായത് സെബി ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് 2015 എന്നത്. അപ്പോൾ സെബി ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് 2015 എന്നതിനെ കുറിച്ചാണ് ഇനി പഠിക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ഇൻസൈഡർ ഒരു പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ നടത്തുന്ന ഏതെങ്കിലും ഡീലിംഗ്, ട്രേഡിംഗ്, വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന, അത് പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പൊതുഡൊമൈനിൽ ലഭ്യമല്ലാത്ത വിവരമാണ്. അതിനാൽ ഇൻസൈഡർമാർക്ക് അന്യായമായ ഒരു വലിയ ആനുകൂല്യം നൽകുന്നു. ഇത് മാർക്കറ്റിന്റെ അഖണ്ഡത്വം, ഗൗരവത്തിനും അനുയോജ്യമല്ല. അർത്ഥം, ആരുടെയെങ്കിലും കയ്യിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വ്യക്തി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾ ട്രേഡിംഗ് ചെയ്താൽ, വാങ്ങലോ വിൽപ്പനയോ നടത്തിയാൽ അത് മാർക്കറ്റിന്റെ അഖണ്ഡതയ്ക്കും ശരിയല്ല. കൂടാതെ ഇത് ന്യായവും സമയവുമുള്ള മാർക്കറ്റുകളുടെ സിദ്ധാന്തത്തോടും പൊരുത്തപ്പെടുന്നില്ല. അതിനാൽ മാർക്കറ്റുകൾക്ക് ഇത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ വിപണിയുടെ സമഗ്രത സംരക്ഷിക്കുന്നതിനായി എന്താണ് ചെയ്തത്? മാർക്കറ്റിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ സെബി എന്താണ് ചെയ്തിരിക്കുന്നത്? ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് എന്ന വ്യവസ്ഥകൾ സെബി രൂപീകരിച്ചിട്ടുണ്ട്. അവയെല്ലാം ഒരിടത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാൽ ഇതിൽ എന്താണ് സംഭവിച്ചത്? റെഗുലേഷൻസിലെ സ്കെഡ്യൂൾ C നമ്മെ അറിയിക്കുന്നു ഇടനിലക്കാരുടെയും മറ്റും കോഡ് ഓഫ് കണ്ടക്റ്റിനുള്ള കുറഞ്ഞ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫിഡ്യൂഷൻ എന്നത് ട്രേഡിംഗിനെ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും നാമനിർദ്ദേശിച്ച വ്യക്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനാണ്. അതിനാൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസിലും ഉൾപ്പെടുന്ന വിശദാംശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ പോയിന്റുകൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സബ് നമ്പർ 1, കംപ്ലയിൻസ് ഓഫീസർ ഷെൽ ഡയറക്ടർ ബോർഡിന് റിപ്പോർട്ട് ചെയ്യുന്നു. കംപ്ലയിൻസ് ഓഫീസർ ഈ തരത്തിലുള്ള ഇടപാടുകൾ ഓർഗനൈസേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യും. അവൻ ചെയർമാനെയും ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാനെയും ഈ റിപ്പോർട്ടുകൾ നൽകുകയും അവർക്കും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ചെയർമാനായ ഹെഡിനും ഈ ഇടപാടുകൾ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ്, അതായത് ഒരു മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ അവൻ എല്ലാ ഇടപാടുകളും റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ വിവരങ്ങളും ഓർഗനൈസേഷനിൽ ആവശ്യമുള്ളവർക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇതിന്റെ അർത്ഥം ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അഥവാ ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരുടെയെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് ഓർഗനൈസേഷനിൽ ആവശ്യമുള്ളവർക്ക് മാത്രം അറിയാവുന്ന രീതിയിൽ സൂക്ഷിക്കണം. അത് അർത്ഥമാക്കുന്നത് നിയമപരമായ ആവശ്യങ്ങൾക്കോ നിയമബദ്ധമായ ബാധ്യതകളോ നിയമപരമായ ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ നിയമ അതോറിറ്റികൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലോ മാത്രമേ ആ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയവിനിമയം നടത്താൻ കഴിയാത്തത്ര വിവരങ്ങൾ നിങ്ങൾ അയാൾക്ക് നൽകുകയാണ്. അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ആർക്കും നൽകാൻ കഴിയില്ല. ഡിസിഗ്നേറ്റഡ് പേഴ്സൺസും അവരുടെ ഉടനെ ബന്ധുക്കളും എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഓർഗനൈസേഷനിൽ ഉള്ള ഡിസിഗ്നേറ്റഡ് പേഴ്സൺസിനും അവരുടെ ഉടനീ ബന്ധുക്കൾക്കും ഒരു ഇന്റർണൽ കോഡ് ഓഫ് കണ്ടക്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതാണ് അവരെ നിയന്ത്രിക്കുക, പ്രത്യേകിച്ച് സെക്യൂരിറ്റികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ. അതിനാൽ അവരുടെ ഇടപാടുകളിലോ അക്കൗണ്ടുകളിലോ ആകട്ടെ അവർക്കായി ഒരു കോഡ് ഓഫ് കണ്ടക്ട് നിർമ്മിക്കപ്പെടും. അവർക്ക് എത്ര റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതുണ്ട് എന്നതും ഇതിൽ ഉൾപ്പെടും. അവരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ നടക്കുന്ന ട്രേഡിംഗും ഈ കോഡ് ഓഫ് കണ്ടക്റ്റിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തപ്പെടും. അതിനാൽ ഇവയിൽ പല കാര്യങ്ങളും അവർ നിർബന്ധമായും ചെയ്യേണ്ടതായിരിക്കും. ഡിസിഗ്നേറ്റഡ് പേഴ്സൺ എന്നത് ഈ റെഗുലേഷനുകൾ പാലിച്ചുകൊണ്ട് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ റെഗുലേഷനുകളുടെ പരിധിയിൽ കഴിയുന്നുവെങ്കിൽ അവൻ തന്റെ ട്രേഡുകൾ കൃത്യമായ കംപ്ലയൻസിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അഞ്ചാമത്തേത്, കംപ്ലയൻസ് ഓഫീസർ രഹസ്യമായ ഒരു ലിസ്റ്റ് സൂക്ഷിക്കും. അതിൽ റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന സെക്യൂരിറ്റികൾ ഉൾപ്പെടും. അതിനാൽ എല്ലാ കംപ്ലയൻസ് ഓഫീസറും റെസ്ട്രിക്റ്റഡ് ലിസ്റ്റിൽ വരുന്ന എല്ലാ സെക്യൂരിറ്റികളും ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് സൂക്ഷിക്കേണ്ടതായിരിക്കും. ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെടും. ഏതെങ്കിലും ട്രേഡിന് അനുമതി നൽകുന്നതിന് മുമ്പ് കംപ്ലയൻസ് ഓഫീസർ അപേക്ഷകന്റെ കയ്യിൽ പ്രസിദ്ധീകരിക്കാത്ത വിലസൂചനാ വിവരങ്ങൾ ഇല്ലെന്ന് ഒരു പ്രഖ്യാപനം വാങ്ങും. ആറാമത്തേത് നമ്മോട് ഇതാണ് പറയുന്നത്. അതിനാൽ കോഡ് ഓഫ് കണ്ടക്ട് ഇവിടെ നമ്മോട് മറ്റൊരു കാര്യവും വ്യക്തമാക്കുന്നു. ഏതെങ്കിലും സംഭവത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ വിവരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അനുമതി ലഭിച്ച ശേഷം 7 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ ആ ട്രേഡ് നടത്തണം. എന്നാൽ നിങ്ങൾക്ക് ആ 7 ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും പ്രീ ക്ലിയറൻസ് അല്ലെങ്കിൽ പ്രീ അപ്രൂവൽ അതിന് ആവശ്യമായിരിക്കും. ഇപ്പോൾ നാം സംസാരിക്കുന്നത് സെബി പ്രൊവിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫോർച്യൂണേറ്റ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ് റെഗുലേഷൻ 2003 എന്നതിനെക്കുറിച്ചാണ്. സെബിയുടെ 2003 ആക്ട് ഫ്രോഡുലന്റ് ആൻഡ് അൺഫോർച്യൂണേറ്റ് പ്രാക്ടീസുകൾക്ക് ബന്ധപ്പെട്ട സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഇത് ഒരു രീതിയിൽ പറയുന്നത് എന്തെന്നാൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നടക്കുന്ന അൺഫോർച്യൂണേറ്റ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ട്രേഡ് മാനിപ്പുലേഷൻ പ്രാക്ടീസുകൾ സംബന്ധിച്ച് സെബി കൊണ്ടുവന്ന പ്രൊവിഷനുകളും സെബി വ്യക്തമാക്കിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അതാണ് ഈ പ്രത്യേക വിഷയം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം റെഗുലേഷൻ 2(1)(c) നമ്മെ എങ്ങനെ നിർവചിക്കുന്നു എന്ന്. ഏതെങ്കിലും തരം തട്ടിപ്പ്, അതിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും പ്രവൃത്തി, പ്രകടനം, ഒഴിവാക്കൽ, മറച്ചുവെക്കൽ, മറ്റൊരാളെ അല്ലെങ്കിൽ അവന്റെ ഏജന്റിനെ സെക്യൂരിറ്റീസിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നതിനു വേണ്ടി ചെയ്തതാം. അതിനാൽ ഈ റെഗുലേഷൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ നമ്മെ നിർവചിച്ചു കാണിക്കുന്നു. റെഗുലേഷന്റെ 2ാം അധ്യായം സെക്യൂരിറ്റീസിൽ നടക്കുന്ന ഇടപാടുകളെ പരിശോധിക്കുന്നു. അതിൽ വാങ്ങലും വിൽപ്പനയും ഉൾപ്പെടുന്നു. കൂടാതെ ഈ റെഗുലേഷൻ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി താഴെ പറയുന്ന കാര്യങ്ങളിൽ പങ്കാളിത്തമുള്ള വ്യക്തിയെ നിരോധിക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്രോഡുലന്റ് രീതിയിൽ സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്നത്, അഥവാ തെറ്റായ രീതിയിൽ വാങ്ങലും വിൽപ്പനയും നടക്കുന്നത്, അത്തരം ഇടപാടുകൾ ചെയ്യുന്ന ആ വ്യക്തിക്ക് ഇത് ഒരിക്കലും അനുവദിക്കപ്പെടില്ല. ലിസ്റ്റ് ചെയ്തതും ലിസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടതുമായ സെക്യൂരിറ്റികളുടെ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകുന്ന ഏതെങ്കിലും കൃത്രിമമായ അല്ലെങ്കിൽ വഞ്ചനാപരമായ ഉപദേശം, ഇത്തരത്തിലുള്ള വിവരങ്ങളോ അത്തരം ഉപദേശങ്ങളോ മാനിപ്പുലേഷനോ അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ റെഗുലേഷൻസ് പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ലിസ്റ്റ് ചെയ്തിട്ടുള്ളതോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ സെക്യൂരിറ്റീസിന്റെ ഇടപാടുകളിലും ഇഷ്യൂവിലും തട്ടിപ്പ് നടത്താൻ ഏതെങ്കിലും ഉപാധി, പദ്ധതി അല്ലെങ്കിൽ കൃത്രിമത്വം ഉപയോഗിക്കുന്നത്. 3ാമത്തെ പോയിന്റ്, ഏതെങ്കിലും പ്രാക്ടീസിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നടത്തിപ്പിന്റെ രീതികൾ തട്ടിപ്പായി വരുന്നു, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ സെക്യൂരിറ്റീസിൽ ഏത് ഇടപാടും. വീണ്ടും ലിസ്റ്റ് ചെയ്തലോ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതിലോ ഉള്ള ഏതെങ്കിലും ബിസിനസ് രീതിയിൽ നിങ്ങൾ തട്ടിപ്പിന് പങ്കാളിയാണെങ്കിൽ അല്ലെങ്കിൽ തട്ടിപ്പായ ബിസിനസ്സിൽ നിങ്ങൾ പങ്കാളിയാകുകയാണെങ്കിൽ അതും നിങ്ങളെ നിരോധിക്കും. കൂടാതെ ഏതെങ്കിലും അനധികൃത ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ വളരെ തട്ടിപ്പായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ, മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ചതിയുള്ളതായാൽ ഇതെല്ലാം ഈ നിയമത്തിൽ ഉൾപ്പെടും. അതിനാൽ റെഗുലേഷൻസിന്റെ 2ാം അധ്യായം നമ്മെ മാർഗനിർദ്ദേശം ചെയ്യുന്നത് ഡീലിംഗ്സിൽ ഇടപെടാനും സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വാങ്ങലും വിൽപ്പനയും സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യലും സംബന്ധിച്ച കാര്യങ്ങൾക്കുമാണ്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് റെഗുലേഷൻസിന്റെ 7ാം അധ്യായം തന്നെയാണ്. അതിനാൽ ഈ കാര്യം ലഭിച്ചാൽ തീർച്ചയായും ആ വ്യക്തിയെ ആ റെഗുലേഷൻസ് ഒഴിവാക്കും, ആ കാര്യം ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പോൾ നാം സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2020 കുറിച്ച് സംസാരിക്കാം. നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സെക്ഷനുകൾ സെബി റെഗുലേഷൻസ് 2020 ഒരു സംഗ്രഹം നൽകുന്നു. ഇപ്പോൾ നാം പഠിക്കാൻ പോകുന്നതുമായി സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2020 സംഗ്രഹം നമുക്ക് വ്യക്തമാക്കും. അപ്പോൾ റെഗുലേഷനിലെ പ്രധാന ഭാഗം നമുക്ക് മനസ്സിലാക്കാം. പോർട്ട്ഫോളിയോ എന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ സെക്യൂരിറ്റികളുടെയും സാധനങ്ങളുടെയും ആകെ കൈവശം വയ്ക്കുന്നതിനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഏതെങ്കിലും പോർട്ട്ഫോളിയോയിൽ ഉള്ള മൊത്തം സെക്യൂരിറ്റികളും അവയുടെ മൂല്യവും ആ സെക്യൂരിറ്റികളുടെ ഉടമസ്ഥതയും ചെക്കുകളും ഏതെങ്കിലും വ്യക്തിക്ക് അവയിലൊന്നും ഉടമസ്ഥതയാകാം. ഈ മൊത്തം പോർട്ട്ഫോളിയോയിൽ, അതായത് നിങ്ങളുടെ മുഴുവൻ പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റിയും വിവിധ തരത്തിലുള്ള ആസ്തി ക്ലാസുകളും ഉൾപ്പെടാം.
മൊത്തം പോർട്ട്ഫോളിയോ, മൊത്തം സെക്യൂരിറ്റികൾ, അവയുടെ മുഴുവൻ ഉടമസ്ഥകൾ എന്നിവയെല്ലാം ചേർന്നതിനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നു. പ്രിൻസിപ്പൽ ഓഫീസറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് പോർട്ട്ഫോളിയോ മാനേജർ PMS സ്കീം എന്നതിൻ്റെ ഒരു ജീവനക്കാരനാണ്. പോർട്ട്ഫോളിയോ മാനേജർ തന്നെ അവനെ നാമനിർദ്ദേശം ചെയ്യുന്നു. പോർട്ട്ഫോളിയോ മാനേജർ പോർട്ട്ഫോളിയോ സെക്യൂരിറ്റികളുടെ മാനേജ്മെന്റിനും അഡ്മിനിസ്ട്രേഷനും വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽ ഓഫീസർ ഉത്തരവാദിയാണ്. അതിനാൽ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികളുടെ മുഴുവൻ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും കൂടാതെ പോർട്ട്ഫോളിയോ മാനേജറിന്റെ എല്ലാ ഓപ്പറേഷനുകളും അവൻ തന്നെ നടത്തും. പോർട്ട്ഫോളിയോ മാനേജറിന്റെ എല്ലാ ഓപ്പറേഷനുകളും അവനാണ് നിയോഗിക്കപ്പെടുന്നത്. കൂടാതെ പോർട്ട്ഫോളിയോ മാനേജറായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് അവനാണ് ഉത്തരവാദിത്വം. സെപ്റ്റംബർ 6 രജിസ്ട്രേഷൻ സംബന്ധിച്ച് നാം വളരെ വിശദമായി ഇതിൽ സംസാരിച്ചിരുന്നു. അതിനാൽ സെബി PMS റെഗുലേഷനുകൾ പ്രകാരം സെബി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആരും പോർട്ട്ഫോളിയോ മാനേജറായി പ്രവർത്തിക്കരുത്. അതിനാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു PMS നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ സെബി PMS റെഗുലേഷൻസ് ആക്ട് പ്രകാരം സെബിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ നേടേണ്ടതുണ്ട്. അതിനു പുറമെ നിങ്ങൾ PMS ആയി പ്രവർത്തിക്കാൻ കഴിയില്ല. കൂടാതെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളും ഉണ്ട്. ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാം. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റെഗുലേഷനുകൾ പ്രകാരമുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോർട്ട്ഫോളിയോ മാനേജർ സെബി ആക്ടിലെ പ്രിൻസിപ്പിളുകൾ പാലിക്കണം. പോർട്ട്ഫോളിയോ മാനേജർ എന്ത് ചെയ്യും? സെബി ആക്ടിലും സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷനുകളിലും ഉള്ള എല്ലാ വ്യവസ്ഥകളും അവൻ പാലിക്കണം. അവയിൽ പറയുന്ന രീതിയിൽ മാത്രം നിയമപരമായ ഫ്രെയിംവർക്കിൽ അവൻ പ്രവർത്തിക്കും. കൂടാതെ നിയന്ത്രണത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ പോർട്ട്ഫോളിയോ മാനേജർ സെബിയിൽ നിന്ന് മുൻകൂർ അനുമതി നേടേണ്ടതുണ്ട്. സെബി നിർദ്ദേശിച്ച രീതിയിൽ അവൻ ഏതെങ്കിലും റെഗുലേഷനിൽ മാറ്റം വരുത്താൻ ആഗ്രഹിച്ചാൽ അതിനായി സെബിയുടെ മുൻകൂർ അനുമതി നേടേണ്ടതാണെന്ന് വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പോർട്ട്ഫോളിയോ മാനേജർ സെബിക്ക് എഴുത്തിൽ നൽകണം. മുമ്പ് അവൻ സെബിക്ക് നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായാൽ, അതായത് ഇതിനകം സമർപ്പിച്ച വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പോർട്ട്ഫോളിയോ മാനേജർ എഴുത്തിൽ സെബിക്ക് നൽകേണ്ടതായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മുമ്പ് നൽകിയ വിവരങ്ങൾ തെറ്റായതെന്തുകൊണ്ടാണ്? പോർട്ട്ഫോളിയോ മാനേജർ രജിസ്ട്രേഷനു വേണ്ടിയുള്ള ഫീസ് PMS റെഗുലേഷനുകളിൽ പറയുന്ന രീതിയിൽ നൽകണം. പോർട്ട്ഫോളിയോ മാനേജർക്ക് സെബി PMS റെഗുലേഷനുകളുടെ നിയമപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസ് നൽകേണ്ടതായിരിക്കും. പോർട്ട്ഫോളിയോ മാനേജർ വളരെ മതിയായ നടപടികളും സ്വീകരിക്കും. നിക്ഷേപകരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും, നിക്ഷേപകരുടെ ഏതെങ്കിലും ചോദ്യം, സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വന്നാൽ അതിന് പോർട്ട്ഫോളിയോ മാനേജർ വളരെ മതിയായ നടപടികൾ സ്വീകരിക്കേണ്ടതായിരിക്കും. പക്ഷേ പരാതികൾ ലഭിച്ച തീയതിയിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണും. അതിനായി ഒരു മാസം സമയം തന്നെയാണ്. ഇതിനു പുറമെ സെബിയെയും വിവരങ്ങൾ അറിയിച്ചിരിക്കണം. അതായത് ലഭിച്ച പരാതികളുടെ എണ്ണം, സ്വഭാവം, പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ച് സെബിയെ ലൂപ്പിൽ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും പരാതിയെക്കുറിച്ച് സെബിയെ അറിയിക്കുന്നത് വളരെ പ്രധാനമാണ്. പോർട്ട്ഫോളിയോ മാനേജർ ശുദ്ധമൂലധനം നിലനിർത്തണം. പോർട്ട്ഫോളിയോ മാനേജർക്ക് തംസ് റെഗുലേഷനുകൾ പ്രകാരം ആവശ്യമായ ശുദ്ധമൂലധനം സർട്ടിഫിക്കറ്റിന്റെ കാലയളവിൽ തുടർച്ചയായി നിലനിർത്തേണ്ടതാണ്. ഇവയാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിർബന്ധമായുള്ള ചില പ്രധാന പോയിന്റുകൾ നാം വീണ്ടും വായിച്ചെടുത്തത്. ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജർമാരുടെ കോഡ് ഓഫ് കണ്ടക്ട് സംബന്ധിച്ച് സംസാരിക്കാം. പോർട്ട്ഫോളിയോ മാനേജർമാർക്ക് ബാധകമായ കോഡ് ഓഫ് കണ്ടക്ട് ഏവയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. ഇവ സെബി PMS റെഗുലേഷൻസ് ആക്ടിലെ ഷെഡ്യൂൾ 3 വ്യക്തമാക്കിയിരിക്കുന്നതാണ്. അതിനാൽ ഇവയൊക്കെയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമുക്ക് ഇവ വളരെ മനസ്സിലാക്കി വായിക്കേണ്ടതുണ്ട്. ഇവിടെ 12 പോയിന്റുകളുണ്ട്. ഒറ്റ രീതിയിൽ വായിച്ചാൽ മതി, കാരണം ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. നിശ്ചയമായും കോഡ് ഓഫ് കണ്ടക്ട് എന്നതിൽ സെബി വളരെ ശ്രദ്ധ പുലർത്തുന്നു. അതിനാൽ നമുക്ക് ഇത് മനസ്സിലാക്കി വായിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സെബി PMS യുടെ ഷെഡ്യൂൾ 3 വ്യക്തമാക്കിയിരിക്കുന്ന കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇത്. നമുക്ക് നോക്കാം ഇവയൊക്കെ എന്തൊക്കെയാണെന്ന്. പോർട്ട്ഫോളിയോ മാനേജർ ബിസിനസിന്റെ നടത്തിപ്പിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അഴിമലില്ലായ്മയും ന്യായതയും പാലിക്കണം. അവൻ ക്ലയന്റുമായോ മറ്റൊരു പോർട്ട്ഫോളിയോ മാനേജറുമായോ നടത്തുന്ന എല്ലാ ഇടപാടുകളിലും ഇത് പാലിക്കണം. അതിനാൽ അവൻ തന്റെ എല്ലാ ഇടപാടുകളിലും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അഴിമലില്ലായ്മയും ന്യായതയും വ്യക്തമാക്കി കാണിക്കണം. നിക്ഷേപ ആവശ്യത്തിനായി ക്ലയന്റിൽ നിന്ന് പോർട്ട്ഫോളിയോ മാനേജർക്ക് എന്ത് പണം ലഭിച്ചാലും ആ ആവശ്യത്തിനായി നിക്ഷേപിച്ച ഉടൻ തന്നെ ക്ലയന്റിന്റെ പണം പോർട്ട്ഫോളിയോ മാനേജർ ഉടൻ തന്നെ വിന്യസിക്കണം. കൂടാതെ അയാൾ പണം കൈവശം വയ്ക്കേണ്ടതില്ല. ആ പണം വേഗം കഴിയുമോ അത്ര വേഗത്തിൽ നിക്ഷേപത്തിനായി വിനിയോഗിക്കണം. പോർട്ട്ഫോളിയോ മാനേജർ എല്ലായ്പ്പോഴും ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നൽകണം. ഇത് വളരെ വ്യക്തമായ രീതിയിൽ ഒരു പെരുമാറ്റച്ചട്ടമാണ്. ഈ പോർട്ട്ഫോളിയോ മാനേജർ എല്ലാ സമയത്തും വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നൽകും. ഡ്യൂ ഡിലിജൻസ് പാലിക്കുകയും ശരിയായ പരിചരണവും പ്രയോഗവും ഉറപ്പാക്കുകയും സ്വതന്ത്രമായ പ്രൊഫഷണൽ വിധി ഉപയോഗിക്കുകയും ചെയ്യണം. അതിനാൽ അവൻ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
പോർട്ട്ഫോളിയോ മാനേജർ തന്റെ നിക്ഷേപങ്ങളിലും നിക്ഷേപം പിൻവലിക്കലിലും ഏതെങ്കിലും തരത്തിലുള്ള താൽപ്പര്യവിരുദ്ധത ഒഴിവാക്കണം. താൽപ്പര്യവിരുദ്ധത ഒഴിവാക്കുകയും എല്ലാ ഉപഭോക്താക്കൾക്കും സമാനമായ നീതിയുള്ള സമീപനം നൽകുകയും ചെയ്യും. അതിനാൽ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റുകളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായ ഏതെങ്കിലും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതായത് ക്ലയന്റിന്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസ്താവനകൾ നൽകുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അന്യായമായ മത്സരം നടത്തുകയോ ചെയ്യരുത്. കാരണം അത്തരം പ്രവർത്തികൾ മറ്റ് പോർട്ട്ഫോളിയോ മാനേജർമാരുടെ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായിരിക്കാം. അതിനാൽ അത്തരം പ്രസ്താവനകളും പ്രവർത്തനങ്ങളും അവൻ ഒഴിവാക്കണം. മറ്റ് പോർട്ട്ഫോളിയോ മാനേജർമാർക്കായും വളരെ വ്യക്തമായ രീതിയിൽ കോഡ് ഓഫ് കണ്ടക്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ അത് നിർബന്ധമായും പാലിക്കണം. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരിക്കലും അതിരുകടന്ന പ്രസ്താവനകൾ നൽകരുത്. അത് റിട്ടേൺസ് ആണോ അല്ലെങ്കിൽ വാചാലമായ പ്രസ്താവനകളാണോ എന്നത് പ്രാധാന്യമില്ല. നിങ്ങൾക്ക് അവിടെ ഒരു അതിരുകടക്കലും അനുവദനീയമല്ല. പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് ആണോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിലെ സ്റ്റോക്കുകളുടെ ഗുണമേന്മയാണോ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചും ഇവയൊന്നും നിങ്ങൾ അതിരുകടന്നു വയ്ക്കരുത്. 7ാമത്തെ പോയിന്റ് കരാറിൽ പ്രവേശിക്കുന്ന സമയത്ത്. കരാർ ഉണ്ടാകുമ്പോൾ, അതായത് PMS കരാറും ഒരു നിക്ഷേപകനും തമ്മിൽ ഉണ്ടാകുമ്പോൾ അതിൽ പ്രവേശിക്കുന്ന സമയത്ത് പോർട്ട്ഫോളിയോ മാനേജർ എഴുതിതരുന്ന രൂപത്തിൽ വാങ്ങണം. ക്ലയന്റിന്റെ വിവിധ കോർപ്പറേറ്റ് ബോഡികളിലേക്കുള്ള താൽപ്പര്യത്തെക്കുറിച്ച്. അതിനാൽ ക്ലയന്റിന് വിവിധ കോർപ്പറേറ്റ് ബോഡികളിൽ ഉള്ള താൽപ്പര്യങ്ങൾ അവൻ ആ കോർപ്പറേറ്റ് ബോഡികളുടെ പ്രസിദ്ധീകരിക്കാത്ത വില സെൻസിറ്റീവ് വിവരങ്ങൾ നേടാൻ സഹായിക്കുന്നതാണെങ്കിൽ അത്തരം വിവരങ്ങൾ എഴുതിതരുന്ന രൂപത്തിൽ അവനിൽ നിന്ന് വാങ്ങണം. ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഒരു ക്ലയന്റിനും ഈ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. അവൻ ഒരു ക്ലയന്റിനെയും അല്ലെങ്കിൽ പത്രപ്രവർത്തകരെയും തന്റെ ക്ലയന്റിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്തുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യില്ല. ഒരു ക്ലയന്റിന്റെ വിവരങ്ങൾ മറ്റൊരു ക്ലയന്റിനോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരോടോ പങ്കുവയ്ക്കാൻ പാടില്ല. ആവശ്യമായാൽ പോർട്ട്ഫോളിയോ മാനേജർ ക്ലയന്റിന്റെ സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിലും ലഭിച്ച ഡിവിഡൻഡുകൾ, പലിശ പണമിടപാടുകൾ എന്നിവ കൈമാറുന്നതിലും മറ്റ് എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. ക്ലയന്റുകളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്. 10ാം പോയിന്റിന് 3 ഉപപോയിന്റുകൾ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പോർട്ട്ഫോളിയോ മാനേജർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപകർക്ക് സത്യസന്ധവും മതിയായതുമായ വിവരങ്ങൾ നൽകപ്പെടുന്നുവെന്നതാണ്. ഒരു നിക്ഷേപകന് വളരെ സത്യസന്ധമായ വിവരങ്ങളും മതിയായ വിവരങ്ങളും നൽകപ്പെടണം. കൂടാതെ അവരെ യാതൊരു വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലെങ്കിൽ അവർ എടുത്ത നിക്ഷേപ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റിസ്ക് സംബന്ധിച്ചും അവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. 2ാമത്തേത്, നിങ്ങൾ ക്ലയന്റിന് ഏറ്റവും മികച്ച ഉപദേശം നൽകണം. അവന്റെ ആവശ്യങ്ങൾക്കും പരിസ്ഥിതിക്കും പ്രൊഫഷണൽ കഴിവുകൾക്കും അനുസരിച്ചായിരിക്കും ആ ഉപദേശം. അതിനാൽ ക്ലയന്റിന്റെ ആവശ്യങ്ങൾക്കും അബിയസിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായതായ ക്ലയന്റ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രൊഫഷണൽ ഇടപാടുകളും വളരെ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ നടക്കുന്നതാണെന്ന് ഉറപ്പാക്കണം. 11ാമത്തെ പോയിന്റ്, പോർട്ട്ഫോളിയോ മാനേജർ എന്ത് ചെയ്യരുതെന്ന് നമ്മെ അറിയിക്കുന്നു. 3 പ്രധാന പോയിന്റുകളുണ്ട്. വ്യാജ മാർക്കറ്റ് സെക്യൂരിറ്റികൾ സൃഷ്ടിക്കരുത്. അത്തരം വ്യാജ കാര്യങ്ങൾ മാർക്കറ്റ് സെക്യൂരിറ്റികളിൽ സൃഷ്ടിക്കരുത്. വ്യാജ മാർക്കറ്റ് സൃഷ്ടികൾ ഉണ്ടാക്കരുത്. മാർക്കറ്റിന്റെ വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. സെക്യൂരിറ്റികളുടെ മാനിപ്പുലേഷൻ, വില കൃത്രിമമായി ഉയർത്തൽ എന്നിവയെ പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ വിലയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് വിവരങ്ങൾ ബ്രോക്കർമാർക്കും അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗങ്ങൾക്കും പാസ് ചെയ്യുന്നത് ഒഴിവാക്കണം. നിങ്ങളുടെ കയ്യിൽ സെൻസിറ്റീവ് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബ്രോക്കറായാലും അല്ലെങ്കിൽ അംഗീകൃത സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അംഗമായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഇടനിലക്കാരന് വിലയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് ഫിനാൻഷ്യൽ വിവരങ്ങൾ നൽകാൻ പാടില്ല. 12ാം പോയിന്റ് നമ്മെ അറിയിക്കുന്നത് 12ാം പോയിന്റ് പ്രകാരം പോർട്ട്ഫോളിയോ മാനേജർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിലെ ഏതെങ്കിലും ജീവനക്കാരൻ നേരിട്ടോ പരോക്ഷമായോ പബ്ലിക്കായി ലഭ്യമായ മീഡിയയിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസും നൽകാൻ പാടില്ല. യാതൊരു മീഡിയയിലേക്കും പോയി അവൻ ഇത് വാങ്ങൂ അല്ലെങ്കിൽ വിറ്റുകളയൂ എന്ന് പറയാൻ പാടില്ല. എങ്കിൽ പോലും അവൻ ഒരു ഡിസ്ക്ലോസർ നൽകിയിട്ടില്ലെങ്കിൽ, അതായത് അവൻ ആ സെക്യൂരിറ്റികളിൽ ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു ഡിസ്ക്ലോസർ നൽകിയിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ഡിസ്ക്ലെയിമർ സഹിതം അവൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഡിസ്ക്ലെയിമർ ഇല്ലാതെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിസ്ക്ലെയിമർ നൽകിയിട്ടില്ലെങ്കിൽ അവന്റെ പൊസിഷൻ എന്തായാലും അത് ലോങ് ആണോ ഷോർട്ട് ആണോ പ്രത്യേകമായ ഒരു സെക്യൂരിറ്റിയിലാണോ എന്നതും വ്യക്തമാക്കണം. പോർട്ട്ഫോളിയോ മാനേജറുടെ ഒരു ജീവനക്കാരൻ അത്തരം ഉപദേശം നൽകുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ജീവനക്കാരൻ അത്തരം ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ അവൻ തന്റെ ആശ്രിത കുടുംബാംഗങ്ങളുടെ താൽപ്പര്യവും വെളിപ്പെടുത്തണം. അതിനാൽ അവൻ തന്റെ ആശ്രിത കുടുംബാംഗങ്ങൾക്ക് ഈ കാര്യത്തിൽ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്നതും കൂടാതെ എംപ്ലോയറുടെ താൽപ്പര്യവും വെളിപ്പെടുത്തണം, അതിൽ അവരുടെ ലോങ് ഷോർട്ട് പൊസിഷനുകൾ ഉൾപ്പെടെ. അതിനാൽ ഇവിടെ ശരിയായ ഡ്യൂ ഡിലിജൻസ് പാലിക്കേണ്ടതുണ്ട്.
മൂന്നാമത്തെയും അവസാനത്തെയും പോയിന്റ് ആണ് പോർട്ട്ഫോളിയോ മാനേജർ സെബി ആക്ട് റെഗുലേഷനുകൾ. സെബി പുറത്തിറക്കിയ എല്ലാ ഗൈഡ്ലൈനുകളും സ്കീമുകളും പാലിക്കണം. പോർട്ട്ഫോളിയോ മാനേജർ ഈ നിയമങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. കൂടാതെ സെബി ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷൻസ് 2015 വ്യക്തമാക്കിയിരിക്കുന്ന കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് പോർട്ട്ഫോളിയോ മാനേജർ നിർബന്ധമായും അനുസരിക്കണം. ഇതിന്റെ പരിധിക്കുള്ളിൽ മാത്രമേ അവൻ പ്രവർത്തിക്കൂ. ഏതെങ്കിലും ഇൻസൈഡർ ഇൻഫർമേഷൻ ലഭിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡുകൾ നടത്താൻ ശ്രമിക്കരുത്. പോർട്ട്ഫോളിയോ മാനേജർ തന്റെ സ്ഥാനം അല്ലെങ്കിൽ മറ്റ് രജിസ്റ്റർ ചെയ്ത ഇടനിലക്കാരുടെ സ്ഥാനം ഉപയോഗിച്ച് പോർട്ട്ഫോളിയോ സർവീസുകൾ ലഭിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. ഇവയാണ് പോർട്ട്ഫോളിയോ മാനേജർമാർക്കുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിലെ 13 പോയിന്റുകൾ. അതിനാൽ ഇതുപോലെയാണ് പോർട്ട്ഫോളിയോ മാനേജർക്ക് ജോലി ചെയ്യേണ്ടത്. ഇപ്പോൾ നാം സംസാരിക്കാം PMS ഡിസ്ട്രിബ്യൂട്ടർമാർക്കുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച്. ഈ പരീക്ഷ PMS ഡിസ്ട്രിബ്യൂട്ടർമാർക്കാണ്. കൂടാതെ PMS ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ചില കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതിന്റെ കീഴിലാണ് അവർക്ക് ജോലി ചെയ്യേണ്ടതും ജോലി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും. നമുക്ക് മനസ്സിലാക്കാം അവയൊക്കെ എന്തൊക്കെയാണെന്ന്. എല്ലാ PMS ഡിസ്ട്രിബ്യൂട്ടർമാരും സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2019 പാലിക്കേണ്ടതാണെന്ന് കോഡ് ഓഫ് കണ്ടക്ട് ആവശ്യപ്പെടുന്നു. എല്ലാ PMS ഡിസ്ട്രിബ്യൂട്ടർമാരും പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് 2020 കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ സർവീസുകൾ, ഡിസ്ട്രിബ്യൂഷൻ സർവീസുകൾ, പരസ്യങ്ങൾ, പ്രാക്ടീസിംഗ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടവയാണിത്. ഏതെങ്കിലും സർവീസ് ആയാലും ഡിസ്ട്രിബ്യൂട്ടർ സർവീസ് ആയാലും പരസ്യ സർവീസ് ആയാലും നിങ്ങൾക്ക് സെബി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റെഗുലേഷൻസ് 2020 ആക്ടിന്റെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു PMS ഡിസ്ട്രിബ്യൂട്ടറായി നിങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള അഴിമലില്ലായ്മ പാലിക്കണം. നിങ്ങൾക്ക് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അഴിമലില്ലായ്മയും നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാ ബിസിനസ്സിലും സമയബന്ധിതത്വവും ന്യായത്വവും കാണിക്കണം. വളരെ കൂടുതൽ ന്യായത്വം നിങ്ങൾ പാലിക്കണം. അഴിമലില്ലായ്മയും ന്യായത്വവും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ആവശ്യമായ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ വളരെ നൈപുണ്യത്തോടെ പ്രവർത്തിക്കണം. നിങ്ങളുടെ എല്ലാ ബിസിനസ്സിലും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം. നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ 4ാമത്തെ പോയിന്റിൽ പറയുന്നു. അതായത് അവരുടെ റിസ്ക് പ്രൊഫൈലിംഗും സാമ്പത്തിക ആവശ്യങ്ങളുടെ അനുയോജ്യതയും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ നൽകുന്നതും മാർക്കറ്റിംഗും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ മാർക്കറ്റിംഗും എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ നിങ്ങൾക്ക് അവന്റെ സാമ്പത്തിക ആവശ്യങ്ങളും റിസ്ക് പ്രൊഫൈലിംഗും പരിശോധിച്ച് നിക്ഷേപകന്റെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ അവന് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ഫണ്ട്സ് നിർദ്ദേശിക്കാവൂ. നിങ്ങൾ ആവശ്യമായ നടപടികൾ എടുക്കണം. നിങ്ങൾ ഉറപ്പാക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ക്ലയന്റിന്റെ താൽപ്പര്യം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കാം. നിങ്ങൾ ഉറപ്പാക്കേണ്ടത് കമ്മീഷനും ഇൻസെന്റീവും നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കരുത് എന്നതാണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകൾ ശുപാർശ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷനും ഇൻസെന്റീവും നേടാനാണ് പ്രധാന ഉദ്ദേശമെന്നതല്ല. അതിനാൽ മാത്രമല്ല നിങ്ങൾ ഈ സർവീസ് ശുപാർശ ചെയ്യേണ്ടത്. അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ ഡിസ്ക്ലോഷറുകളും ഡോക്യുമെന്റുകളും നിങ്ങൾ ക്ലയന്റുകൾക്ക് വ്യക്തമാക്കണം. ഇൻവെസ്റ്റ്മെന്റ് സമീപനം, ഫീസ്, ചാർജുകൾ, ക്ലയന്റും പോർട്ട്ഫോളിയോ മാനേജറും തമ്മിലുള്ള കരാർ, ഇവയെക്കുറിച്ച് നിങ്ങൾ ക്ലയന്റുകൾക്ക് വ്യക്തമായി വിശദീകരിക്കണം. ക്ലയന്റിന് എല്ലാ പ്രധാന വിവരങ്ങളും വിതരണ കമ്മീഷനും ഇൻവെസ്റ്റ്മെന്റ് സമീപനങ്ങളുടെ വിശദവിവരങ്ങളും ഉൾപ്പെടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ക്ലയന്റിന്റെ മുഴുവൻ KYCയും IPV വെരിഫിക്കേഷനും നിർബന്ധമായും നടത്തണം. നിക്ഷേപ സമീപനത്തെക്കുറിച്ചും അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും സ്വീകരിച്ച റിസ്ക് അസസ്മെന്റ്, പ്രകടന പ്രവചനം, നിക്ഷേപ സമീപനം എന്നിവയുടെ ഹൈലൈറ്റുകളും നിങ്ങൾ വ്യക്തമായി വിശദീകരിക്കണം. കൂടാതെ ക്ലയന്റിന് റിസ്ക്, അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള നിയന്ത്രണത്തിന്റെ നില, അഡ്മിനിസ്ട്രേഷൻ സർവീസിന്റെ തരം എന്നിവയെക്കുറിച്ചും അറിയിക്കണം. ഡിസ്ക്രിഷണറി, നോൺ ഡിസ്ക്രിഷണറി എന്നീ എല്ലാ കാര്യങ്ങളും ക്ലയന്റിന് വ്യക്തമായി വിശദീകരിക്കണം. റിട്ടേൺ ഉറപ്പു നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഈ നിക്ഷേപ സമീപനത്തിൽ ഇത്ര റിട്ടേൺ ലഭിക്കും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പറയരുത്. അത്തരം തെറ്റായ പ്രതിനിധീകരണം നൽകാൻ പാടില്ല. റിബേറ്റ്, ഗിഫ്റ്റ് തുടങ്ങിയ അനീതിമാർഗങ്ങളിലൂടെ ക്ലയന്റുകളെ ആകർഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഇത്തരം കാര്യങ്ങൾ കാണിച്ച് ക്ലയന്റുകളെ വലിച്ചിഴക്കാൻ പാടില്ല. PMS സർവീസ് സ്വീകരിക്കുന്നതിൽ ഇതെല്ലാം അനീതിപരമായ കാര്യങ്ങളായി കണക്കാക്കപ്പെടുന്നു. ക്ലയന്റുകൾക്ക് പിന്തുണ നൽകാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അർത്ഥം, നിങ്ങൾ ക്ലയന്റിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഡിസ്ക്ലോഷർ ഡോക്യുമെന്റിന്റെ രസീത്, പോർട്ട്ഫോളിയോയുടെ സ്റ്റേറ്റ്മെന്റ്, പെർഫോമൻസ് ഫീസ് ഓഡിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നിവ. ഈ എല്ലാ കാര്യങ്ങളും ക്ലയന്റ് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകേണ്ടതായിരിക്കും. ക്ലയന്റുകളുടെ രഹസ്യത്വം നിങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. സെബി നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സാധുവായ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അത്യാവശ്യമാണ്. ഇവയൊക്കെയായിരുന്നു PMS ഡിസ്ട്രിബ്യൂട്ടർമാരുടെ കോഡ് ഓഫ് കണ്ടക്ട്. അതുകൊണ്ട് ഗൈസ്, ഇതായിരുന്നു ചാപ്റ്റർ നമ്പർ 12 നിന്നുള്ള മുഴുവൻ ഉള്ളടക്കം. ഇപ്പോൾ നാം ഇതിന്റെ ചില ചോദ്യങ്ങൾ നോക്കാം. സാമ്പിൾ ചോദ്യം: പണശുദ്ധീകരണം തടയാനുള്ള മുൻ നിയമപ്രകാരം നിലനിർത്തേണ്ട ട്രാൻസാക്ഷനുകളുടെ രേഖയിൽ ഉൾപ്പെടേണ്ടത് മൂല്യം അതിലധികം ആയ കാശ് ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടുന്നു.
അതിനാൽ നാം വളരെ വ്യക്തമായി കണ്ടത് 10 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം അല്ലെങ്കിൽ 1 കോടി എന്നിങ്ങനെയല്ല. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകൾ, അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനുകളുടെ രേഖ നിങ്ങൾക്ക് നിലനിർത്തേണ്ടതുണ്ട്. PMLA അഥവാ പണശുദ്ധീകരണം തടയൽ നിയമപ്രകാരം. വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർമാർക്ക് താഴെ പറയുന്ന സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്താൻ കഴിയും. ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾ, അംഗീകൃത എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഡെറിവേറ്റീവുകൾ, രൂപയിൽ നിശ്ചയിച്ച ക്രെഡിറ്റ് ബോണ്ടുകൾ. വിദേശ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർക്ക് ഈ 3 കാര്യങ്ങളിലും നിക്ഷേപം നടത്താൻ കഴിയും. അതിനാൽ ഉത്തരം ഡി എല്ലാം മേൽപ്പറഞ്ഞുമാണ്. സെബിയുടെ പ്രൊബേഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് റെഗുലേഷന്റെ ലക്ഷ്യം ഇൻസൈഡർ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റത്തിൽ നിന്ന് ഇൻസൈഡർമാരെ സംരക്ഷിക്കുക എന്നതാണ്. ഇൻസൈഡർ ട്രേഡിംഗിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കുമ്പോൾ അത് എക്സാക്റ്റായി ഏത് കാര്യങ്ങളിൽ പറയുന്നു, എന്നാൽ അത് നിയന്ത്രിക്കുന്നത് ഡീലിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കൗൺസലിംഗ് എന്നിവയിലാണ്. അതിനാൽ ഉത്തരം ഡി എല്ലാം മേൽപ്പറഞ്ഞവയാണ്. നാലാമത്തെ ചോദ്യം, സെബി ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റെഗുലേഷൻ ഒരു വ്യക്തിയെ നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി സെക്യൂരിറ്റീസിൽ ഫ്രോഡുലന്റ് രീതിയിൽ ഇടപെടുന്നത് നിരോധിക്കുന്നു. അതായത് സെക്യൂരിറ്റീസിൽ നിങ്ങൾക്ക് നേരിട്ടോ പരോക്ഷമായോ യാതൊരു ഇടപാടും നടത്താൻ കഴിയില്ല. വാങ്ങലോ വിൽപ്പനയോ ഇടപാടോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനാൽ ഉത്തരമാണ് ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. അങ്ങനെ ഈ വീഡിയോയിലും ഈ അധ്യായത്തിലും കൂടാതെ ഫംസ് ഡിസ്ട്രിബ്യൂട്ടർ ഇറ്റ് 2.1 സീരീസിലുമാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ടർ പരീക്ഷയുടെ അവസാന ഭാഗം എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ 12 അധ്യായങ്ങൾ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി അധ്യായങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിലേക്ക് പോകാം. 12 അധ്യായങ്ങളുടെയും ലിങ്ക് അതിൽ ലഭ്യമാണ്. 12 അധ്യായങ്ങൾ മുഴുവൻ ഇതിലുണ്ട്. ഇവയെല്ലാം പാസ്സാകാൻ ഉറപ്പുള്ള വീഡിയോകളാണ്. ഈ വീഡിയോകളുടെ സഹായത്തോടെ നിങ്ങളുടെ PMS പരീക്ഷ പാസ്സാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിലൂടെ മാത്രം നിങ്ങൾക്ക് പരീക്ഷ പാസ്സാക്കാൻ കഴിയും. PMS സംബന്ധിച്ച കേസ് സ്റ്റഡികളും നാം ഉൾപ്പെടുത്തും. മറ്റൊരു പ്രത്യേക വീഡിയോയിൽ ഞാൻ ചില കേസ് സ്റ്റഡികൾ വിശദീകരിക്കും. പരീക്ഷയിൽ വരുന്ന കേസ് സ്റ്റഡികൾ കൂടാതെ അതിൻ്റെ ചില സാമ്പിൾ ചോദ്യങ്ങളും നാം നോക്കും. അതിനാൽ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി ഗൈസ്.